അമ്മയും വന്നിട്ടുണ്ട്. സുമംഗലേ, ആരാ നിങ്ങള്? ഞാനാണെടി രാധാലക്ഷ്മി. ഏത് രാധാലക്ഷ്മി? നിന്റെ കൂടെ ചെറുപ്പത്തിൽ ഊഞ്ഞാലാടി കളിച്ചവളാ. അവൾ എപ്പോഴും ചത്തുപോയില്ലേ? അവളാണിപ്പൊ പ്രേതമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്തിനാ വന്നത് നീ? എന്നോടൊപ്പം ഊഞ്ഞാലാടാൻ വന്നതാ? ഇല്ല, നിന്റെ രക്തം കുടിക്കാനാ വന്നത്. എന്റെ രക്തം ചായയോ കാപ്പിയോ എങ്ങനാണോ നിനക്ക് കുടിക്കാൻ? നീ എന്തിനാണ് കിടന്ന് അലർന്നേ? പ്രേതത്തിനോട് തമാശ പറയുന്നോ? നീ എന്റെ കൂടെ വാ. എങ്ങോട്ട് വരാൻ? എങ്ങോട്ടാണെന്നോ? എന്റെ കുഴിമാടത്തിനടുത്ത് സ്ഥലം കിടപ്പുണ്ട്, അങ്ങോട്ട് വന്ന് കിടക്ക്. ഞാൻ നിന്നെ പോലെ പ്രേതമൊന്നല്ല, മനുഷ്യ സ്ത്രീയാ. നീ ചത്തിട്ട് എന്റെ കൂടെ പ്രേതമായിട്ട് വാ. ജീവിച്ചിരിക്കുമ്പോ നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ചത്തുപോയിട്ട് പ്രേതമായിട്ട് ഫ്രണ്ട്സ് ആവാം. വേണ്ട, എനിക്ക് ഇതിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. പക്ഷെ നിന്റെ രക്തം എനിക്ക് വേണമല്ലോ കുടിക്കാനായിട്ട്. ചെയ്യണ്ട. അയ്യോ, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. ഒരുപാട് മാംസം ഉണ്ടല്ലോ നിന്റെ ശരീരത്തില്. നിക്ക്. പേടിച്ച് ഓടിപ്പോയി അമ്മേ. പിന്നല്ലാതെ നമ്മളെ വരട്ടിയ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഈ മുറി എപ്പോഴും നമുക്കുള്ളതാ. പോയി കിടക്ക്. ചേച്ചി, അതെടുത്ത് മാറ്റടാ, എനിക്ക് എന്നെ പേടിയാവുന്നു. ശരി അമ്മ, മാറ്റി. എന്റെ അമ്മേ, ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി രക്ഷിക്കണേ. ഏട്ടത്തിക്ക് എങ്ങനെ ഇത്രയും ഭക്തി വന്നത്? ഹനുമാൻ സ്വാമി രക്ഷിക്കണേ, പ്രേതങ്ങളിൽ നിന്ന് രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി രക്ഷിക്കണേ, പ്രേതങ്ങളിൽ നിന്ന് രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി രക്ഷിക്കണേ, ഹനുമാൻ സ്വാമി ഇത്ര രക്ഷിക്കണേ. രാവിലെ തന്നെ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ആരാ ചേച്ചി? ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമി, ഏട്ടത്തി, ഹനുമാൻ ഏട്ടത്തി, സ്വാമി, വാ നമുക്ക് നോക്കാം. ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമി. ഏട്ടത്തി, അയ്യോ, പ്രേതം, പ്രേതം. അയ്യോ, ഇവിടെ മൊത്തം പ്രേതമാണ്. എന്താ ഈ പ്രേതവും ഭൂതവും എന്നൊക്കെ പറയുന്നേ? എന്നെ കൊല്ലാൻ വന്നതാ, എന്റെ രക്തം കുടിക്കാൻ വന്നതാ. അമ്മേ, എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോളേ അമ്മേ? എന്തിനാ ഇളമേ പൂജാമുറിയിൽ പോയി കിടന്നത്? ഇന്നലെ റൂമിലല്ലേ കിടന്നുറങ്ങിയത്? എന്താ ഉണ്ടായെന്ന് പറയൂളേമേ. രാത്രി ഒരു കുട്ടിപ്രേതവും അമ്മപ്രേതവും കൂടി വന്ന് എന്റെ ചോര കുടിക്കാൻ നോക്കി. ഞാൻ പേടിച്ച് പൂജാമുറി പോയി ഒളിച്ചിരുന്നു. എന്തിനാണ് നീ ചിരിക്കുന്നേ? എന്റെ പേടി കണ്ട് ചിരിക്കുന്നോടാ? നോക്കെടുത്തി, എന്റെ പേടി കണ്ട് പിള്ളേരൊക്കെ ചിരിച്ചോണ്ടിരിക്കുക. ഇളയമ കാണുമ്പോ എനിക്ക് തന്നെ ചിരി വരുവാ. ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ പേടിച്ചു പോയാലെങ്ങനെ? പ്രേതം എന്ന് പറയുമ്പോ ആർക്കാ പേടിയില്ലാത്ത? ഒന്നല്ല രണ്ടെണ്ണാ വന്നത്, കുട്ടിപ്രേതവും അമ്മപ്രേതവും. എന്താ ഇളമേ, കുട്ടിപ്രേതോ അമ്മപ്രേതോ? അതെ, രാത്രി ഞാൻ മെത്തേ കിടക്കുമ്പോ രണ്ട് പ്രേതങ്ങൾ വന്ന് എന്നെ കൊല്ലാൻ നോക്കി. ഇത് നിങ്ങളുടെ പണിയാണോ ദമയന്തി? രാത്രി നീയും കിട്ടും പ്രേതവേഷം കെട്ടിട്ട് ഇളമയെ പോയി പേടിപ്പിച്ചല്ലേ? രാത്രി മുത്തശ്ശി വല്ലാതെ പേടിച്ചു പോയി മാമി. ഞങ്ങള് പ്രേതമാണെന്ന് വിചാരിച്ച് പേടിച്ച് മുത്തശ്ശി ഓടിപ്പോയി. എന്തിനാ ദമയന്തി അങ്ങനെയൊക്കെ ചെയ്തേ?
എന്തിനാ ഏട്ടത്തിയെ പേടിപ്പിച്ചത്? മുറിയിലുള്ള ബെഡില് കിടക്കാൻ സമ്മതിച്ചില്ല വല്യമ്മേ. ഞങ്ങൾക്ക് സ്ഥലം തരാൻ പറഞ്ഞിട്ട് തന്നില്ല. അതുമാത്രമല്ല, കത്തി വെച്ച് ഞങ്ങളെ പേടിപ്പിക്കുകയും വെട്ടുമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രേതത്തിന്റെ വേഷം കെട്ടി മുത്തശ്ശിയെ പേടിപ്പിച്ചത്. പേടിച്ച് എന്റെ ഹൃദയം നിലച്ചു പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നടാ? എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇളയമ്മയുടെ ഹൃദയം അങ്ങനെ ഒന്നും നിൽക്കില്ല. പാറ പോലെ സ്ട്രോങ് അത്. അതിനെ ഓർത്ത് വിഷമിക്കണ്ട. റൂമിൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യല്ലാതെ പേടിപ്പെടുത്തണോ? ഇതാ നോക്ക്, ഞാൻ കെഞ്ചി ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് തന്നോ? ചീപ്പോ എന്നല്ലേ പറഞ്ഞത്? മുതിർന്ന ഞാൻ ഒരു വാക്ക് പറഞ്ഞ അതനുസരിക്കണ്ടേ? പേടിപ്പിക്കാണോ? നിങ്ങളോ അവരെ കത്തി ഉപയോഗിച്ച് പേടിപ്പിച്ചിരുന്നല്ലോ. ആ, ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ? ഞങ്ങളും തമാശക്ക് തന്നെയാ ചെയ്തത്. നിങ്ങള് പേടിച്ച് മെത്തേന്ന് എണീറ്റ് ഓടി പോകുന്നത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാ? ദമയന്തി, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇളയമ്മ വല്ലാതെ പേടിച്ചിരിക്കുക. അങ്ങനെയൊന്നും പേടിപ്പിക്കല്ലേ. അല്ലെങ്കിൽ ഇളയമ്മയുടെ പാതി ജീവൻ പോയിരിക്കുക. ബാക്കി കൂടെ പോയി കഴിഞ്ഞാൽ ഇളയമ്മ തന്നെ പ്രേതമായിട്ട് വരും. അതേ ഈശി, ഇളയമ്മ പ്രേതങ്ങനോ ആയാലേ തടുക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. രക്തം കുടിക്കുന്ന രക്തരക്ഷസാവും. ഈ ദമയന്തിയ രക്തം കുടിക്കുന്നവള്. ഞാനൊന്നുമല്ല. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ തന്നെ എന്റെ രക്തം കുടിക്കുക അവള്. ചെറിയ കുട്ടികളോട് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ഇവള് ചെറിയ കുട്ടിയാണോ? ഇതാ നോക്ക്, ഈ ചെറുക്കൻ തന്നെ ചെറിയ കൊച്ചാന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊല്ലാനാ ഇവര് വന്നത്. ആ മുറിയിൽ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം തന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ കുഞ്ഞമ്മേ. അപ്പോ എന്റെ മുറിയിൽ വന്ന് എന്നെ തന്നെ പേടിപ്പിക്കുന്നോ? കണ്ടില്ലേ എടുത്തി? അയ്യോ, ഒന്ന് വഴക്കുണ്ടാക്കാതിരിക്കെ. നിങ്ങൾ 3 പേര് റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യേ. ചെല്ല്, എല്ലാരും അവരവരുടെ ജോലി നോക്ക്. പോ. കുഞ്ഞമ്മേ, നിന്നെ ഏതത്തിന്റെ വേഷം കെട്ടി എന്നെ പേടിപ്പിച്ചല്ലേ? ഞാൻ എന്താ ചെയ്യുന്നെന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. ടിഫിൻ ബോക്സ് എടുത്തിട്ട് വരാമേ. കൊള്ളത്തില്ല. നിന്റെ മുടി ഒട്ടും കാണാൻ കൊള്ളാത്ത. എന്റെ മുടിയിൽ റിബൺ ഉണ്ട്, നിന്റെ മുടിയിൽ റിബണേ ഇല്ല. ഇപ്പോഴല്ലേ തല ചീകി കെട്ടി തന്നെ. എന്തിനാ അത് നശിപ്പിച്ചത്? ഇങ്ങ് വന്നേ. എന്റെ അമ്മേ, ഇന്ന് എനിക്ക് ആവശ്യമുള്ള പോക്കറ്റ് മണി കിട്ടി. വച്ച കിട്ടൂ. നന്നായി പഠിക്കണം കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ബാഗ് പിടിക്കൂ. ബൈ അമ്മേ. ആ, പോയിട്ടോ. നന്ദിനി, ഇതാരാ ഈ പുതിയ കഥാപാത്രം? വിളിച്ച ഉടനെ വന്നതിന് താങ്ക്സ് നന്ദിനി. ഏട്ടത്തി വിളിച്ച ഞാൻ വരാതിരിക്കോ? നന്ദിനി ചേച്ചി.
നിനക്ക് സുഖാണോ? എനിക്ക് സുഖ ചേച്ചി. അമ്മേ. അയ്യോ, എഴുന്നേക്ക് മോളെ. എങ്ങനെയുണ്ട് നന്ദിനി? പഠിത്തമൊക്കെ കഴിഞ്ഞോ? നന്ദിനി സുഖാണോ മോളെ? സുഖായിരിക്കുന്നു ഏട്ടാ. നന്ദിനി സുഖമല്ലേ മോളെ? അതെ ഏട്ടാ. എത്രയും പെട്ടെന്ന് തന്നെ പകുതി സ്വത്തും എന്റെ പേരിലാക്കണം. അപ്പോഴേ ഞാൻ പറയുന്നത് ഇവരനുസരിക്കൂ. എന്തു പറ്റി ആന്റി? നീ പെട്ടെന്ന് പുറത്തേക്ക് വാ. എന്തിന്? വീണ്ടും നിന്റെ പാര വന്നിട്ടുണ്ട്. പാരയോ? അതേടി, ആ നന്ദിനി വന്നിട്ടുണ്ട്. എന്തിനു വന്നു? അത് അവളോട് ചോദിക്ക്. നിന്റെ കുടുംബജീവിതം തകർക്കാനായിരിക്കും അവള് വന്നത്. വന്നേ. അഖിലേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ടാബ്ലറ്റ്സ് കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഇങ്ങനെ ലേറ്റ് ആക്കി എങ്ങനെയാ? മെഡിസിൻ അല്ല, കറക്റ്റ് ടൈമിന് കഴിക്കണം. ശരി വാ, ചേട്ടന് ഭക്ഷണം തന്ന് മെഡിസിൻ എടുത്തു തരാം. കണ്ടോടി, വന്നു കേറി ഉടനെ പരിപാടി തുടങ്ങി. ഇങ്ങനെ എല്ലാവരെയും അവള് കയ്യിലെടുത്ത് അഖിലിനെ പാട്ടിലാക്കും. അവനെ അവള് നന്നായിട്ട് നോക്കിക്കോളൂ അമ്മേ. ഹായ് കാർത്തിക, സുഖായിരിക്കുന്നോ? എന്തിനു വന്നു? ആരാ നിന്നോട് വരാൻ പറഞ്ഞേ? ഞാനാ വരാൻ പറഞ്ഞേ. എന്തിന്? എന്നെ മാറ്റി നിർത്തി നന്ദിനി ഈ വീടിന്റെ മരുമകളാക്കാനോ? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കാർത്തിക. നന്ദിനി നിനക്ക് പകരമായി അഖിലിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് എനിക്ക് പകരമായിട്ട് അവൾ അവനെ പരിചരിക്കും. നാളെ അവന് ഭാര്യയായിട്ട് മാറും. ആ ഉദ്ദേശത്തോടെയല്ലേ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? എന്നെ എന്റെ ഭർത്താവിനെയും പിരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. എന്റെ ജീവിതം നാശമാക്കാനല്ലേ നിങ്ങളുടെ ഉദ്ദേശം? കാർത്തികേ, നിന്റെ സംസാരത്തിനൊരു അതിരില്ലേ? വായി തോന്നിയതൊക്കെ പറയാണോ? ഗർഭിണിയായ കാർത്തിക എന്തിനാ എടുത്തി അടിച്ച്? ഇതാണോ മനുഷ്യത്വം? വീൽ ചെയർ തള്ളാൻ ഒരു സഹായം ചോദിച്ചെന്ന് നീ എന്താ പറഞ്ഞത്? ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ തോന്നിയതുപോലൊക്കെ പറയാ. അഖിലിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് നന്ദിനെ വിളിച്ചോണ്ട് വരുമോ അമ്മേ? അതിനു വേണ്ടിയല്ല വിളിച്ചു വരുത്തിയത്. അഖിലിന് സഹായത്തിന് ആള് വേണമായിരുന്നു, അതുകൊണ്ടാ വിളിച്ചേ. എന്നാലേ അവന് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. നീ പ്രഗ്നന്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ട് ജോലി ചെയ്യുന്നത് ശരിയല്ലെന്ന് കരുതിയാ നന്ദിനി എങ്ങോട്ടേക്ക് വിളിച്ചത്. നിന്റെ നല്ലതിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ ഭർത്താവിനെ വേറൊരു പെണ്ണ് പരിചരിക്കുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും അഭിയേട്ടാ? നീ നന്ദിനി വേറൊരു കണ്ണോട് കൂടിയാ കാണുന്നേ. അതുകൊണ്ടാ നിന്റെ കണ്ണിൽ എല്ലാം തെറ്റായിട്ട് തോന്നുന്നേ. അഖിലിനെ നോക്കാൻ നമ്മളെല്ലാരും ഇല്ലേ ഇവിടെ? എന്തിനാ നന്ദിനിയെ വിളിച്ചു വരുത്തിയേ? നന്ദിനി നേഴ്സ് മാത്രമല്ല, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാ. അവന്റെ കൂടെ നിന്ന് അവളെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അഖിൽ എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി വിളിച്ചു എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇല്ല. നിങ്ങൾക്ക് വേറെ നഴ്സിനെയോ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കിട്ടിയല്ലേ അഭിയേട്ടാ? ഈ നന്ദിനി ഒരുത്തി മാത്രമേ ഉള്ളോ? നന്ദിനിയോട് നിനക്ക് എന്താ പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നേ? അവളുടെ ഭർത്താവിന്റെ അടുത്ത് വേറൊരു പെണ്ണുണ്ടെങ്കിൽ ഏതൊരു പെണ്ണായാലും അവക്ക് വിഷമുണ്ടാവും എടുത്തേ. അത് കാണുന്നവരുടെ മനോഭാവം പോലിരിക്കും. നമ്മുടെ കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ എല്ലാം നല്ലതായിട്ടേ കാണൂ. അവളെ വിളിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? എന്തിനു നിന്നോട് ചോദിക്കണം?
നീയാണെങ്കിൽ അഖിലിനെ നോക്കുന്നേയില്ല. അവനെ കാണുമ്പോഴൊക്കെ നിനക്ക് വെറുപ്പാ തോന്നുന്നേ. നന്ദിനി വരുന്ന കാര്യം രാത്രി തന്നെ അബിയും വസു എന്നോട് പറഞ്ഞിരുന്നു. അത് എന്റെ ഭർത്താവാണ്. അതിനു മുൻപേ അവൻ എന്റെ മകനാ. നീ അഖിലിന്റെ ഭാര്യയാകുന്നതിന് മുമ്പേ നന്ദിനി അവന്റെ സഹോദരിയാ. അവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ. നീയാണ് തെറ്റായി ചിന്തിച്ച് അവരെ തെറ്റിദ്ധരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക് കാർത്തിക്, നന്ദിനിയെ കൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കാതെ. കാർത്തിക, ഇനി അഖിലിന്റെ കാര്യങ്ങളെല്ലാം ഈ നന്ദിനി നോക്കിക്കോളും. ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓഹോ, ഇത് നാത്തും പോരാണെന്ന് തോന്നുന്നല്ലോ. നന്നായിട്ടുണ്ട്. അങ്ങോട്ട് പോകും തോറും എനിക്കിത് ഉപകരിക്കും. കാർത്തിക ഗർഭിണിയായിരിക്കുക. അവക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളായിരിക്കും ഉത്തരവാദി. ഇതൊക്കെ കൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വീണ്ടും വരാൻ മടിച്ചത് ചേച്ചി. ഞാൻ കാരണം കാർത്തിക ഇപ്പൊ വിഷമിക്കുക. കാർത്തികയെ പറ്റി നീ ഒന്നും ആലോചിക്കണ്ട നന്ദിനി. അഖിൽ എഴുന്നേറ്റ് നടക്കുന്നതാ ഞങ്ങൾക്ക് പ്രധാനം. നന്ദിനി, നീ നിന്റെ ഡ്യൂട്ടി നിന്നെ ആരും ഒന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ശരിയാ ബേട്ടാ. കണ്ടില്ലേ ആന്റി, പ്രഗ്നന്റ് ആണെന്ന് പോലും നോക്കാതെ എന്നെ അമ്മ തല്ലിയത്. അവസാനം അമ്മ പോലും ആ നന്ദിനിയാ സപ്പോർട്ട് ചെയ്തത്. നന്ദിനി വന്നു വെച്ച് വിഷമിച്ചിട്ട് കാര്യമല്ല. ഇന്നലെ നീ അഖിലിനോട് വളരെ മോശമായിട്ട് പെരുമാറിയില്ലേ? അത് കാരണം നീ ഇപ്പൊ അനുഭവിക്കുന്നത്. അതെ കാർത്തികേ, നീ ഇന്നലെ അഖിലിനോട് അങ്ങനെയൊന്നും സംസാരിക്കരുതായിരുന്നു. അറിയാതെ ഞാനൊരു വാക്ക് പറഞ്ഞു പോയാ ഉടനെ നന്ദിനി വിളിക്കോ? എന്നോട് മത്സരിക്കാനാ അവളെ വിളിച്ചു വരുത്തിയത്. അവള് നിന്നോട് മത്സരിക്കാൻ വന്നവളല്ല, പക്ഷെ ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ആപത്തുണ്ടാവാനോ? എന്നെ മാറ്റി നിർത്തി അഖിലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ? അതിരിക്കട്ടെ, ആ നന്ദിനി ആരാന്ന് പറ. അവളെ എന്തിനാ ഇങ്ങനെ പൊക്കിക്കോണ് നടക്കുന്നേ? അവള് ഭാവനയുടെ അനിയത്തിയ, നഴ്സിംഗ് കഴിഞ്ഞവളാ. അഖിലിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇതിന് മുന്നേ അവൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ആ നന്ദിനി അഖിലിന്റെ മുറപ്പെണ്ണായിട്ട് വരുമെന്ന് പറ. അങ്ങനെയെങ്കിൽ ആ നന്ദിനെ കൊണ്ട് നിനക്ക് ആവത്തുണ്ടാവും. അതാണല്ലോ എന്റെ പേടി. ഇന്നലെ വരെ രണ്ട് ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും അവളെയാ സപ്പോർട്ട് ചെയ്തിരുന്നേ. ഇപ്പൊ അമ്മയും കൂടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം തെറ്റ് ചെയ്ത നീയാ. നീ മാത്രം അഖിലിനെ ശരിയായിട്ട് നോക്കിയിരുന്നെങ്കിൽ നന്ദിനി വരില്ലായിരുന്നല്ലോ. ശരിയായിട്ട് നോക്കണമെന്ന് പറഞ്ഞാ ഞാൻ എന്താ ചെയ്യണ്ടേ? അഖിൽ എന്ന് എഴുന്നേറ്റ് നടക്കും? എത്ര നാൾ ഞാൻ ഇങ്ങനെ പരിചരിക്കും? നോക്ക്, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. എന്റെ വല്യമ്മയ്ക്ക് മക്കളെന്ന് പറഞ്ഞ വലിയ ജീവനാ. നോക്ക്, അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അഖിലിന്റെ ഈ അവസ്ഥയെ കുറിച്ച് നീ തെറ്റായി പറഞ്ഞത്. അതുകൊണ്ടാ വല്യമ്മ നിന്നെ അടിച്ചത്. അതെ, നീ കുറച്ച് ക്ഷമയോടെ പെരുമാറണമായിരുന്നു. അഖിലിനെ നല്ല രീതിയിൽ നോക്കിയിരുന്നെങ്കിൽ അമ്മായി നിന്റെ കൂടെ നിന്നേനെ. ഇതിനേക്കാളും എനിക്ക് നല്ലതുപോലെ ഇരിക്കാൻ പറ്റില്ല ആന്റി. ഞാനിപ്പോ സാധാരണ സ്ത്രീയല്ല. അഖിലിനെ എനിക്ക് പരിചരിക്കാൻ പറ്റില്ല. കൊച്ചേ, നിനക്ക് ഇപ്പോഴും 9 മാസമൊന്നും ആയിട്ടില്ലല്ലോ. വലിയ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല. അഖിൽ മോനോടെ കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയാ മതി. അഖിലിനോട് എനിക്ക് സ്നേഹം ഉണ്ട് ആന്റി. പക്ഷെ ഓരോ തവണയും എനിക്കിങ്ങനെ പുറത്തു കാണിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അമ്മായിയുടെ മുന്നിലൊന്ന് അഭിനയിക്കേ. അഖിലിനെ ജീവൻ തുല്യം സ്നേഹിക്കുന്നത് പോലെ പെരുമാറും. അപ്പൊ നിന്റെ അമ്മായിയുടെ മനസ്സലിയും. നല്ലതുപോലെ ആലോചിച്ച കാർത്തികേ, ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടി ജയിക്കാൻ പറ്റില്ല. കുറേശ്ശെ അഭിനയിച്ച് കാണിക്കണം. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി സഹിച്ചേ പറ്റൂ. നീ ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിലേ വസു നിന്നോട് ഇതിലും കൂടുതൽ അധികാരം കാണിക്കും, ഉറപ്പാ. അവസാനം അഖിലിനെ നിന്നിൽ നിന്ന് അകറ്റും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് ഒരു പ്രയോജനവും. നോക്ക്, എന്നെ പോലെയും കുഞ്ഞമ്മയെ പോലെയും അവസാനം ആരും ഇല്ലാതായി പോകരുത്. ആലോചിച്ച് നോക്കുമോളെ, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം.
നന്ദിനി, അഖിലിന് ടാബ്ലറ്റ് കൊടുത്തോ? ഇപ്പൊ കൊടുത്തേ ഉള്ളൂ ചേച്ചി. ലഞ്ചിന് ശേഷം 2 ടാബ്ലറ്റ്സ് കൂടി കൊടുക്കണം. അതെനിക്കറിയാം. ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷൻ എനിക്ക് മനപ്പാടാ. നന്നായിട്ട് ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. എന്റെ ഡ്യൂട്ടി അതല്ലേ ചേച്ചി. ഇത് നിന്റെ ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്നതല്ല മോളെ, മനസ്സോടെ ചെയ്യുന്ന പ്രവൃത്തിയാ. ഡ്യൂട്ടി ഒരു ഉത്തരവാദിത്വം അല്ലേ അമ്മേ? ആര് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാ? എന്താ അമ്മേ ചുമക്കുന്നത്? എന്റെ മുറിയിൽ സിറപ്പിരിപ്പുണ്ട്, കൊണ്ടുപോവാ. നീ ചെയ്യുന്നതൊക്കെ കാണുമ്പോ അഖിലിന് വേഗം സുഖമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മോളെ. അവൻ എഴുന്നേറ്റ് നടന്നാ അതിന്റെ കാരണം നീയായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അഖിലേട്ടന്റെ ആത്മവിശ്വാസം സുഖപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ വരാമേ ഞാൻ. 1 മിനിറ്റ്. കാർത്തിക, അയ്യോ കാർത്തിക, അയ്യോ മോളെ, കാർത്തികേ, അയ്യോ എന്താ മോളെ? എന്തു പറ്റി മോളെ? എന്തു പറ്റി? കാർത്തിക, നിനക്ക് എന്താ പറ്റിയേ? അയ്യോ മോളെ, കാർത്തികേ, കാർത്തിക എന്തു പറ്റി? എന്ത് പറ്റി മോളെ? കുഞ്ഞു വയറ്റിൽ കിടന്ന് ഇളകുന്നോ മോളെ? അല്ല, വസുവെടുത്ത് കൈ കൊണ്ട് എന്റെ വയറിൽ അടിച്ചു. കാർത്തികയുടെ വയറ്റിൽ എന്തിനാ ചേച്ചി അടിച്ചത്? വേറെന്തിന്? എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി. അയ്യോ, എന്തു വർത്താനാ നീ പറയുന്നേ? വസു എന്തിനാ നിന്റെ കുഞ്ഞിനെ കൊല്ലുന്നത്? അവരുടെ കുഞ്ഞ് വയറ്റിൽ വെച്ച് എന്നെ മരിച്ചു പോയതുകൊണ്ടാ. അവകാശിയെ പ്രസവിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാ. ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ടും അവകാശിയെ പ്രസവിക്കാൻ പോകുന്നതുകൊണ്ടും വസുവേട്ടത്തിക്ക് അസൂയാണ്. അതുകൊണ്ടാ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്. നിർത്ത് കാർത്തിക, വായി തോന്നൊക്കെ വിളിച്ച് പറയല്ലേ. നീ കൺസീവ് ആണെന്ന് അറിഞ്ഞ സമയത്ത് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വസു എടുത്തിയാ. അങ്ങനെയുള്ള ഏടത്തിയാണോ നീ വായി തോന്ന് വിളിച്ചു പറയുന്നേ? കുറ്റം ആരോപിക്കുന്നതല്ല, സത്യമാണ് പറഞ്ഞത്. എന്നെ കാണുന്നത് തന്നെ വസുവേട്ടത്തിക്ക് ഇഷ്ടമല്ല. ഒരു അമ്മായിയമ്മയെ പോലെ എന്നെ ദ്രോഹിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കും, എന്റെ മുമ്പിൽ വേറൊന്ന് കാണിക്കും. വസു എപ്പോഴാ കാർത്തിക അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ മുമ്പിലും അഭിനയിക്കുകയാണ്, എന്റെ മുമ്പിലും അഭിനയിക്കുകയാണ്. ഈ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ ഡിവോഴ്സ് വാങ്ങാന്ന് വിചാരിച്ചതാ. പക്ഷെ വസു എടുത്തി അതിന് സമ്മതിച്ചില്ല. എനിക്ക് പകുതി സ്വത്ത് തരാന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. വാക്ക് പറഞ്ഞവര് എനിക്ക് ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല.